നമസ്കാരം. അപൂർവമായിട്ടാണ് ഇന്ത്യയിൽ ഒരു ഉപരാഷ്ട്രപതി രാജിവെക്കുന്നത്. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിന്റെ രാജി. അനുച്ഛേദം 67A പ്രകാരമാണ് തന്റെ രാജിയെന്നും അദ്ദേഹം കത്തിൽ വ്യക്തമാക്കിയിരുന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ എന്നിവരോട് കൃതജ്ഞത അർപ്പിക്കുന്നുവെന്നും കത്തിൽ ജഗ്ദീപ് ധൻഖർ പറയുകയുണ്ടായി. മാർച്ചിൽ നെഞ്ചുവേദനയെ തുടർന്ന് ധൻഖർ ഡൽഹി എയിംസിൽ ഏതാനും ദിവസം ചികിത്സയിലായിരുന്നു. കാലാവധി പൂർത്തിയാകും മുൻപാണ് അദ്ദേഹത്തിന്റെ രാജി. എന്നാൽ ഉപരാഷ്ട്ര പദവിയിൽ ചരിത്രങ്ങൾ സൃഷ്ടിക്കപ്പെട്ട വേറെയും സംഭവങ്ങളുണ്ട്. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ഉപരാഷ്ട്രപതിയായും രാഷ്ട്രപതിയായും സേവനമനുഷ്ഠിച്ച് ചരിത്രം കുറിച്ചതാണ് ആ സംഭവം. മുൻ ചീഫ് ജസ്റ്റിസ് മുഹമ്മദ് ഹിദായത്തുള്ളയുടെ പേരിലാണ് ആ ചരിത്രം കുറിക്കപ്പെട്ടിട്ടുള്ളത്. 11ാമത്തെ ചീഫ് ജസ്റ്റിസായി മുഹമ്മദ് ഹിദായത്തുള്ളയെ അന്നത്തെ പ്രസിഡന്റ് ഡോക്ടർ സാകിർ ഹുസൈനാണ് നിയമിക്കുന്നത്. പണ്ടത്തെ ബേതുൽ, അതായത് ഇന്നത്തെ മധ്യപ്രദേശിൽ ജനിച്ച ഹിദായത്തുള്ള കേംബ്രിഡ്ജ് സർവകലാശാലയിലെ ട്രിനിറ്റി കോളേജിൽ നിന്നാണ് ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത്. നേരത്തെ റായ്പൂരിലെ, ഇപ്പോൾ ഛത്തീസ്ഗഡിലുള്ള ഗവൺമെൻറ് ഹൈസ്കൂളിലായിരുന്നു അദ്ദേഹം സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് നാഗ്പൂർ ഹൈക്കോടതിയിലാണ് അദ്ദേഹം തന്റെ അഭിഭാഷക ജീവിതം ആരംഭിക്കുന്നത്. നീണ്ട വർഷക്കാലം അദ്ദേഹം നാഗ്പൂരിൽ അഭിഭാഷകനായി സേവനമനുഷ്ഠിച്ചു. 1946 സെൻട്രൽ പ്രവിശ്യകളുടെയും ബെറാറിന്റെയും ഹൈക്കോടതി അഡീഷണൽ ജഡ്ജിയായി ഹിദായത്തുള്ള നിയമിതനായി. പിന്നീട് 1954 നാഗ്പൂർ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി. 1958 സുപ്രീം കോടതിയിൽ ജഡ്ജിയായി നിയമിതനായ ശേഷമാണ് 1968 രാഷ്ട്രപതി ഡോക്ടർ സാക്കിർ ഹുസൈൻ ഹിദായത്തുള്ള ചീഫ് ജസ്റ്റിസായി നിയമിച്ചത്. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ നിയമനം ഇന്ത്യൻ ഭരണഘടനയിലെ ഒരു ചരിത്ര നിമിഷമായി തന്നെ മാറുകയായിരുന്നു. 1968 ഫെബ്രുവരി 25 മുതൽ 1970 ഡിസംബർ 16 വരെ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസായിരുന്ന ഹിദായത്തുള്ള ഇന്ത്യയുടെ ആക്ടിംഗ് പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചു. പദവിയിലിരിക്കെ ഡോക്ർ സാക്കിർ ഹുസൈൻ മരണപ്പെട്ടപ്പോൾ ഉപരാഷ്ട്രപതിയായിരുന്ന വി ഗിരി ആക്ടിംഗ് പ്രസിഡന്റായി. പിന്നീട് വി ഗിരി ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെച്ചു. തുടർന്ന് 1969 പ്രസിഡൻഷ്യൽ ആക്ട് പ്രകാരം ജൂലൈ 20 മുതൽ ഓഗസ്റ്റ് 24 വരെ ഹിദായത്തുള്ള ഇന്ത്യയുടെ ആക്ടിംഗ് പ്രസിഡന്റായി. ഭരണഘടന പ്രകാരം ഉപരാഷ്ട്രപതിയുടെയും രാഷ്ട്രപതിയുടെയും സ്ഥാനങ്ങൾ ഒഴിഞ്ഞുകിടക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ഇന്ത്യയുടെ രാഷ്ട്രപതിയായി പ്രവർത്തിക്കും. പിന്നീട് ജുഡീഷ്യൽ ചുമതലകളിൽ നിന്നും വിരമിച്ച ഹിദായത്തുള്ള പിന്നീട് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെടുകയും 1979 ഓഗസ്റ്റ് 31 മുതൽ 1984 ഓഗസ്റ്റ് 30 വരെ ആ സ്ഥാനത്ത് സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. അതുവഴി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് 3 പരമോന്നത ഭരണഘടനാ പദവികളിൽ സേവനമനുഷ്ഠിക്കുന്ന ആദ്യത്തേതും ഇന്നുവരെയുള്ളതുമായ ഏക ഇന്ത്യക്കാരനായി അദ്ദേഹം മാറുകയായിരുന്നു. അതേസമയം രാഷ്ട്രപതിയുടെ കാര്യത്തിൽ 6 മാസത്തിനുള്ളിൽ ഒരു ഒഴിവ് നികത്തണമെന്നാണ് ഭരണഘടന അനുശാസിക്കുന്നത്. എന്നാൽ ഉപരാഷ്ട്രപതിയുടെ ഒഴിവിന് അത്തരമൊരു നിശ്ചിത സമയപരിധിയില്ല. ആ സ്ഥാനം ഒഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയും വേഗം തിരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് ഏക നിബന്ധന. തിരഞ്ഞെടുപ്പ് കമ്മീഷനായിരിക്കും ഷെഡ്യൂൾ പ്രഖ്യാപിക്കുക. 1952 രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നിയമപ്രകാരമാണ് വോട്ടെടുപ്പ് നടത്തുന്നത്. കീഴ്വഴക്കമനുസരിച്ച് പാർലമെന്റിലെ ഏതെങ്കിലും സെക്രട്ടറി ജനറലിനെ മാറി മാറി റിട്ടേണിംഗ് ഓഫീസറായി നിയമിക്കും. ധൻഖറിന് ശേഷിക്കുന്ന കാലാവധി മാത്രമല്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഉപരാഷ്ട്രപതി അധികാരമേറ്റ തീയതി മുതൽ 5 വർഷത്തെ മുഴുവൻ കാലാവധിയും വഹിക്കും. ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഒരാൾ ഇന്ത്യൻ പൗരനായിരിക്കണം, കുറഞ്ഞത് 35 വയസ്സ് പ്രായമുണ്ടായിരിക്കണം, രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യതയുള്ള ആളായിരിക്കണം, ഏതെങ്കിലും പാർലമെന്ററി മണ്ഡലത്തിൽ ഇലക്ടറായി രജിസ്റ്റർ ചെയ്തിരിക്കണം, പ്രസിഡന്റ്, ഗവർണർ, മന്ത്രി തുടങ്ങിയ സ്ഥാനങ്ങളൊഴികെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിലുള്ള ഒരു പദവിയും അവർ വഹിക്കരുത് തുടങ്ങിയവയാണ് യോഗ്യതാ മാനദണ്ഡങ്ങൾ. തിങ്കളാഴ്ച വൈകുന്നേരമാണ് ഉപരാഷ്ട്രപതി സ്ഥാനം ജഗ്ദീപ് ധൻഖർ രാജിവെച്ചത്. ഭരണഘടന പ്രകാരം രാജ്യസഭയുടെ നിലവിലെ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ പാർലമെന്റിന്റെ ഉപരിസഭയുടെ ആക്ടിംഗ് ചെയർപേഴ്സണായി ചുമതലയേൽക്കും. 2022 ഓഗസ്റ്റിൽ നിയമിതനായ ഹരിവംശ് നാരായൺ സിംഗാണ് രാജ്യസഭാ ഉപാധ്യക്ഷൻ. ഇന്ത്യയുടെ അടുത്ത ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതുവരെ അദ്ദേഹം താൽക്കാലികമായി ആ ചുമതല വഹിക്കും. ഭരണഘടന അനുസരിച്ച് ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ.